നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. മണിപ്പൂർ വീണ്ടും സംഘർഷം ഭരിതമാവുകയാണ്. അത് പല രീതിയിലാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്. ഒന്ന്, തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു, തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ ഒരു പശ്ചാത്തലം. അപ്പൊ തീർച്ചയായിട്ടും വിദേശ ശക്തികളുടെ ഇടപെടൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതാണ്ട് 1.5 വർഷമായല്ലോ സംശയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മലയാള മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി മുനമ്പം കൈകാര്യം ചെയ്യുന്ന രീതി പോലെയല്ല എന്നുള്ളത്. വളരെയധികം ആർജവത്തോടെ, അല്ലെങ്കിൽ അതിന് ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ, അത് മാത്രമല്ല മൊത്തത്തിലൊരു പുകമറയാണ്. ഇന്ന് രാവിലെ തന്നെ പല വാർത്തകളും ശ്രദ്ധിച്ചപ്പോൾ ഒരു കുടുംബത്തിലെ 4 പേരെ കാണാതായെന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഇത്ര പേരുടെ മൃതദേഹം പുഴയിൽ കണ്ടു എന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നു. അത്തരത്തിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ അതിനെ മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പോൾ അതൊന്ന്. മറ്റൊന്ന്, ഈ 1.5 വർഷമായിട്ടും കേന്ദ്ര സർക്കാരിന് ഇതൊന്ന് കണ്ടെയ്ൻ ചെയ്യാൻ അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇന്ന് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പോലും ഉപേക്ഷിച്ചിട്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗമൊക്കെ വിളിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അത് കൃത്യമായി കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുന്നില്ല? മാത്രമല്ല, മലയാള മാധ്യമങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പ്, മുനമ്പം വിഷയം മണിപ്പൂർ വിഷയവും വരുമ്പോൾ ഇതിന് രണ്ടിനും കൊടുക്കുന്ന പ്രത്യേകത വേറെ വേറെയാണ് എന്നുള്ളത് താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, ആദ്യത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം എന്ന് പറയുന്നത് വഖഫ് വിഷയമാണ്. വഖഫ് വിഷയത്തിൽ ഇപ്പോൾ മുനമ്പത്തുള്ള കുറേയധികം ആൾക്കാർ, 610 കുടുംബങ്ങൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നേരത്തെ മറ്റൊരു ചർച്ചയിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ അവരവിടെ നിന്ന് കുടിയിറക്കൽ ഭീഷണിയാണ് നേരിടുന്നത്. നിയമപരമായിട്ട് പോലും അവർക്ക് പൂർണ്ണമായിട്ടുള്ള രക്ഷ കിട്ടില്ല. നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ രേഖകളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ഭൂമി വിട്ട് ഒഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന രീതിയിലത്തേക്കുള്ള വളരെ അതിഭീതിതമായിട്ടുള്ള ഒരു സംഭവം അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരുപക്ഷെ സർക്കാരിന് പോലും ഇല്ലാത്ത രീതിയിലത്തേക്കുള്ള അമിതാധികാരമുള്ള ഒരു ബോർഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള ചർച്ച ഒരു ഭാഗത്ത് നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ ചാവക്കാട്, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ നോട്ടീസ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഇത് വഖഫിൻ്റെ ഏതാനും ചില കേസുകൾ മാത്രമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതേപോലെ നോട്ടീസ് കിട്ടാൻ സാധ്യതയുള്ള നിരവധി പ്രോപ്പർട്ടികൾ വേറെയും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വലിയ രീതിയിലത്തേക്കുള്ള പൊട്ടൻഷ്യലുള്ള, വളരെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിഷയമാണ് എന്നുള്ള ധാരണ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, ഉണ്ടാകണം. അത് അഥവാ അവർക്കില്ല എങ്കിൽ പോലും അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വളരെ വലിയ വിഷയം അവിടെ ഉണ്ടാകുന്നു. ആൾക്കാരുടെ പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതൊരു തരംഗമായി മാറുന്നു. അവസാനം യാതൊരു നിവൃത്തിയുമില്ലാതെയാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ക്യാമറ അങ്ങോട്ടൊന്ന് പാൻ ചെയ്യാം എന്ന രീതിയിലത്തേക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് ചർച്ചകളൊക്കെ ആവുകയും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർ, ഈ ത്രട്ട് നേരിടുന്ന ആൾക്കാർ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. ആ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഐക്യദാർഢ്യം പറയുന്നതിന് വേണ്ടി അവിടെ ആൾക്കാർ വരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു. നമുക്കറിയാം അവരെ പലപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് സഭയാണ്. അങ്ങനെ സഭയുടെ ആൾക്കാർ വരുന്നു, അവിടുത്തെ പ്രസ്താവനകൾ വരുന്നു. ആ സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ആൾക്കാർ വർഗീയത എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നു. അവിടെയുള്ള എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം മറ്റു പല വിഷയങ്ങൾ കൊണ്ടുവരാനായിട്ട് പോകുന്നു. മീഡിയ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇതുകൊണ്ടൊന്നും തന്നെ ആ മുനമ്പത്ത് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന കാര്യം മാധ്യമങ്ങൾ മറക്കുന്നു, രാഷ്ട്രീയക്കാർ മറക്കുന്നു. അവരെല്ലാവരും തന്നെ അവരുടെ താല്പര്യങ്ങൾ എന്താണോ ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ പോലും ഒരു പോളറൈസേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പലപ്പോഴും പുലർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗം ഇവിടെ ഒരു കാരണവശാലും എന്തെങ്കിലും പ്രത്യേക രീതിയിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത പലപ്പോഴും അവരുടെ ഒരു റിപ്പോർട്ടിങ്ങിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു നയമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിൽ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധി ഒന്നിച്ച് അതിൻ്റെ അവതാരകനെ പഞ്ഞിക്കിടുന്നു. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളുണ്ടായിരുന്ന രാഷ്ട്രീയ നിലപാടുകളെല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘിച്ചാപ്പയടിക്കുന്നു തുടങ്ങിയ രീതിയിലത്തേക്കൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഐക്യദാർഢ്യം മുനമ്പത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പമാണോ, അതോ നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് ചേർന്ന് നിന്നിട്ട് ഇവിടെ നിങ്ങളൊരു സെക്യുലർ പ്രതീതി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു? ഇതാണ് പ്രശ്നം. അപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും ഈ ഒരു കാര്യത്തിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ട്. ഇത് ചർച്ച ചെയ്തിട്ട് വേണം നമ്മൾ മണിപ്പൂരേക്ക് നോക്കാൻ. മണിപ്പൂരിൽ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വാർത്തകളുടെ കാര്യത്തിൽ പലപ്പോഴും ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ്. അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അതിൻ്റെ ആക്സസിബിലിറ്റി കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അവർക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം പോലും വളരെ ചെറുതാണ്.
ചെറിയ ചെറിയ സ്റ്റേറ്റുകളാണ്, ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് മൊത്തത്തിലുള്ള ഒരു ലാർജർ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താനായിട്ട് മണിപ്പൂരിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകൾക്ക് തന്നെ സാധിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത മൊത്തത്തിലുണ്ട്. തന്നെയുമല്ല, അവിടെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ മുഖ്യധാരാ പ്രശ്നങ്ങളുമായി വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവരുടെ രാഷ്ട്രീയ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ ഈ രീതിയിലത്തേക്ക് മാധ്യമങ്ങളുടെ പോലും ഒരു വലിയ പൂർണ്ണമായ സഹകരണം ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ രണ്ട് വിഭാഗം ആൾക്കാർ തമ്മിൽ വളരെ വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. അത് എസ്കലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എസ്കലേറ്റ് ചെയ്യപ്പെടുമ്പോൾ പോലും നമ്മൾ പോയിന്റ് ചെയ്യുക, ഫിംഗേഴ്സ് ആർക്കൊക്കെ എതിരെയാണോ, ഇതിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്, ഗവൺമെൻറ് ഏത് നിലയ്ക്ക് പ്രവർത്തിക്കുന്നു, കേന്ദ്ര സഹായം ആവശ്യമുണ്ടോ, ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, അതിൽ തന്നെ നമ്മൾ ഈ ഇപ്പോൾ സംഘപരിവാർ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ്, അവർ ചർച്ചിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ രീതിയിലത്തേക്കുള്ള വാർത്തകൾ വരുന്നു. പലപ്പോഴും വാർത്തകൾ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. കേരളത്തിലടക്കം അതിദീർഘകാലം വലിയ രീതിയിലത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. അന്ന് ദേശീയ തലത്തിൽ പോലും പറഞ്ഞത് ഈ വിഷയം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം, ഇവിടെയുള്ള ഒരു വലിയ ക്രിസ്ത്യൻ പ്രസൻസ് കൊണ്ട് കേരളമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ ഇവിടെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള BJP വിരുദ്ധ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ഇന്ന് വീണ്ടും ഒരു പുതിയ കോണ്ടെക്സ്റ്റിൽ വലിയ രീതിയിലത്തേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മുമ്പ് നിങ്ങൾ ഈ റിപ്പോർട്ടിങ്ങിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങളോട് പോലും നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണ്? ഇപ്പോൾ അവിടെ ഇതേപോലെ തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് ആൾക്കാർ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ 6 ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് കുക്കി ഇൻസർജൻസ് ആണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമുണ്ട്. നേരത്തെ പോലും ഈ കുക്കി വിഭാഗം ആരോട് ചേർന്ന് നിൽക്കുന്നു, മെയ്തി വിഭാഗം ആരോട് ചേർന്ന് നിൽക്കുന്നു, അപ്പോൾ മെയ്തി വിഭാഗത്തിന് എല്ലാവിധ പിന്തുണകളും നൽകുന്നത് പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷനാണ് എന്ന രീതിയിലത്തേക്കുള്ള ചർച്ചയാണ് വരിക. അപ്പോൾ ഇവിടെയുള്ള ഒരു രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളതോ, ഈ ഗോത്ര വിഭാഗങ്ങളിൽ തന്നെ വിവിധ മതവിഭാഗക്കാരുണ്ട് എന്നുള്ളതോ, എല്ലാ ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം പോലും കാര്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പകരം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രീതിയിലാണ്, പൊളിറ്റിക്കലായിട്ട് ഇതിനെ ഏത് രീതിയിലത്തേക്ക് നമുക്ക് കാണാമെന്ന രീതിയിലത്തേക്കാണ്. ഇപ്പോൾ അവിടെ പല പാർട്ടി ഓഫീസുകളും ഇവർ കത്തിക്കുകയാണ്. ഈ പാർട്ടി ഓഫീസുകൾ കത്തിക്കുന്നതിനകത്തിൽ ഏറ്റവും പ്രധാനം BJPയുടെ ഓഫീസും കത്തിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഓഫീസും കത്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് ആൾക്കാരുടെയും നിലപാടുകൾ അവിടെയുള്ള ആൾക്കാർക്ക് സ്വീകാര്യമല്ല എന്നാണ്. അതായത് ഇത് BJPക്ക് എതിരെയുള്ള പ്രതിഷേധം എന്ന രീതിയിലത്തേക്ക് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ ഓഫീസ് എന്തിനാണ് കത്തിച്ചത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി BJPയുടെ കത്തിച്ചത് കൊണ്ട് BJPക്കാർ പോയി കോൺഗ്രസിൻ്റെ ഇത് കത്തിക്കുക, അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള വിഷയമല്ലല്ലോ ഇത്. ഇതവിടെയുള്ള രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത് എസ്കലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെയുള്ള ഒരു ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെ നേരിട്ട് ഇടപെടുന്നു. അവിടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ 20 കമ്പനി പട്ടാളം ആദ്യം അവിടെ പോകുന്നു, അതിനുശേഷം പോലീസ് ആദ്യം അവിടെ പോകുന്നു, പിന്നീട് 50 കമ്പനി അവിടെ പോകുന്നു. ഇനി കൂടുതലായിട്ട് സൗകര്യം അവിടെ ആവശ്യമുണ്ട്, കൂടുതലായിട്ട് ആൾക്കാരെ വിടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപടി മുന്നേ തന്നെ ഒരുപക്ഷെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ടേക്ക് കെയർ ചെയ്യാമെന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാകുന്നു. ഒപ്പം വിദേശ ഇൻവോൾവ്മെൻറ്റ് ഇക്കാര്യത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇത് നാടിന് വിരുദ്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് NIA ഇതിനകത്തിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ NIAയുടെ ആൾക്കാർ അവിടെ പോകുന്നു, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഇതിൻ്റെ കുറേയധികം അനുരണനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ NPP BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന അവരുടെ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. അവരിത് പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലുള്ള വികാസവും അവിടെ നടക്കുന്നുണ്ട്. ആൾക്കാർ തമ്മിലുള്ള പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നീട് നടക്കുന്ന പ്രൊട്ടസ്റ്റിൽ അവിടുത്തെ പോലീസ് ആക്ഷനിൽ ഒരു 20 വയസ്സോ മറ്റോ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ സംഘർഷബാധിതമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലത്തേക്ക് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആകെയുള്ള ഒരു ആശ്വാസം ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ടും ഈ രീതിയിൽ കേരളത്തിലാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടെ ഇത് എത്ര ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അത് അഫക്റ്റ് ചെയ്യില്ല എന്ന രീതിയിലത്തേക്ക് നമുക്ക് തെല്ല ആശ്വസിക്കാം. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ പോലും ഉണ്ടാക്കുന്ന ഒരു മതസ്പർദ്ധയുണ്ട്. ഈ നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ ഹിന്ദുക്കൾക്കെതിരാണോ, ഹിന്ദുക്കൾ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരാണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിലേക്ക് ഉണ്ടാക്കാൻ ഇതിന് കാരണമുണ്ട്. ഇനി അവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തം അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പെട്ടെന്ന് അങ്കലാപ്പിലാണ് എങ്കിൽ പിന്നീട് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള പ്രവണതകളെ തടയുന്നതിന് വേണ്ടിയിട്ട്, അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
വളരെ കർശനമായിട്ടുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം. അത് അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ മതിയായിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സിനെ, CAPF-നെ എവിടേക്ക് വിടാം എന്ന് പറയുകയും ആദ്യം 20 കമ്പനി പിന്നെ 50 കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായിട്ടും ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു സമാധാന അന്തരീക്ഷം റെസ്റ്റോർ ചെയ്തിട്ടും അധിക കാലമായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വീണ്ടും ഇനി സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെയുള്ള സുരക്ഷാ മെഷേഴ്സിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടുള്ള പോലീസ് ഫോഴ്സിൻ്റെ ഒരു വിന്യാസം, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സൈനികരുടെ ഒരു വിന്യാസം എന്നുള്ളത് അവിടെ ചെയ്യേണ്ടതാണ്. പിന്നെ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇനിയും അവിടെ ഇൻസർജൻസ് ഉണ്ട് എങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സമാധാനപരമായിട്ട് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൽ, സാധാരണയുള്ള സിവിലിയൻ സെറ്റിൽമെൻറ്റിൽ പോയിട്ടാണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ താമസിക്കുക. കാരണം ഡയറക്റ്റ് ഒരു ആക്ഷൻ ഉണ്ടാവില്ല. ഇനി അഥവാ സ്റ്റോം ചെയ്തിട്ട് പോലീസ് ഫോഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മതിയായിട്ടുള്ള സമയം കിട്ടും. അങ്ങനെയുള്ള നിരവധി ഇൻസിഡൻറ്റുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ എന്ത് അസിസ്റ്റൻസ് ആണ് ഈ കാര്യത്തിൽ കൊടുക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമാധാന അന്തരീക്ഷം തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് മെഷേഴ്സാണ് സ്വീകരിച്ചത്, നിലവിൽ ഇവരുടെ പ്ലാൻ എന്താണ്, നേരത്തെ ഉള്ളതുപോലെ ഇത് ഇഷ്യൂ എസ്കലേറ്റ് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകണം. അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇതിനുള്ള ക്രിറ്റിസിസം പോലും മിസ്ഡയറക്റ്റഡാണ്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി സന്ദർശിക്കുക എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇഷ്യൂ കറക്റ്റായിട്ട് ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ, ഈ ഇഷ്യൂ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, അതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിചാരിച്ചാലും മതി. അപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറയണം, ദാ ഇന്നതാണ് അവിടുത്തെ വിഷയം, ഇനി ഇന്ന കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, സിവിലിയൻസിനോട് ഞങ്ങളുടെ റിക്വസ്റ്റ് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, വളരെ ശക്തമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും, ഇനി ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് നൽകുകയും അവിടെയുള്ള ആൾക്കാർക്ക് സമാധാനപരമായിട്ട് അവിടെ തുടരാൻ കഴിയുമെന്നുള്ള ഒരു റീഅഷുറൻസ് കൊടുക്കണം. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നില്ല എന്നും വാർത്തകൾ പോലും ആ രീതിയിലത്തേക്ക് വരാൻ സാധ്യതയില്ലാത്ത രീതിയിലത്തേക്ക് അവിടെ പീസ് റെസ്റ്റോർ ചെയ്യണം എന്നുമുള്ള നിശ്ചയബുദ്ധി ഉണ്ടാകേണ്ടുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് പൂർണ്ണമായിട്ടും കാണുന്നില്ല. പ്രത്യേകിച്ച് 2023-ലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൊളിറ്റിക്കലായിട്ട് പോലും എങ്ങനെ ഒരു ബാക്ക്ലാഷ് ആ വിഷയത്തിൽ ഉണ്ടാകാം എന്നതിനെപ്പറ്റി ഇവരെല്ലാം അവെയർ ആകേണ്ടതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും, ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും, ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാലും പര്യാപ്തമായ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ആൾക്കാരെ ബോധിപ്പിക്കുന്നതിന്, പൗരന്മാർക്ക് റീഅഷുറൻസ് നൽകുന്നതിന്, റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായ സന്ദേശം നൽകുന്നതിന് BJP-യുടെ ഗവൺമെൻറ്റിൻ്റെ ലീഡർഷിപ്പ് ശ്രമിക്കേണ്ടതാണ്. അതുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് പീസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.